വക്രദൃഷ്ടി തുടരുന്നു. മദ്യവ്യവസായവുമായി കുടുംബപരമായും വിവാഹം വഴിയും ബന്ധമുള്ള കോന്നി MLA മുൻ മന്ത്രി അടൂർ പ്രകാശ് മദ്യവിരുദ്ധൻ്റെ റോളിലും എത്തി. റോഡ് വക്കിൽ നിന്നും മാറ്റിസ്ഥാപിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കെതിരെ നാടുനീളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ സമരത്തിനിറങ്ങുമ്പോൾ MLAക്ക് മാറി നിൽക്കാൻ കഴിയുന്നതെങ്ങനെ? മദ്യശാല വേണ്ടേ വേണ്ട, മാങ്കുളം ജംഗ്ഷനിൽ വേണ്ടേ വേണ്ട, ഈ നാടിനാപത്ത്. മംഗലംജി ഇറങ്ങിയാട്ടെ. മംഗലംജി, ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തം. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു ജനകീയ സമരമാണ്. ഇതിൽ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇതിലുള്ളത് ജനകീയ സമരം. ഇവിടുത്തെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറൊന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്? പിന്നല്ലാതെ ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ഇനി ശശികല ടീച്ചറിന്റെ രാഷ്ട്രീയ വിഷപ്രയോഗങ്ങൾ കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. ചെങ്കൊടി പിടിക്കാനായാൽ മാത്രമേ അവൻ മാർക്സിസ്റ്റ് ആവുള്ളൂ. അതുവരെ DYFI ആണ്, അതുവരെ SFI ആ, വെള്ളക്കൊടിയാണ് അതുവരെ പിടിക്കുക. ഇത് ആരെങ്കിലുമൊക്കെ കൊന്ന് ഏതെങ്കിലും നിരപരാധികളുടെ രക്തത്തിലിട്ട് ചുമപ്പിച്ചാൽ പിറ്റേ ദിവസം മുതൽ അവൻ മാർക്സിസ്റ്റ് ആണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേര്.